നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിന് അളക്കാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ വിലമതിപ്പ് തന്നെയാണ്. പണമെറിഞ്ഞ് മനുഷ്യൻ സാമ്രാജ്യങ്ങൾ തീർത്ത ഈ ഭൂമിയിൽ പണത്തിന് പോലും വാങ്ങുവാൻ സാധിക്കാത്തതായി ചിലതുണ്ട്. ലോകം പണത്തിന് പിന്നാലെ പായുമ്പോൾ പണം ആർക്ക് പിന്നാലെയാണോ പായുന്നത് അവർക്ക് മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഒന്നുണ്ട്. കറുത്ത വജ്രം പോലെ തിളങ്ങുന്ന ആ ഒരൊറ്റ കാർഡിനായി ലോകത്തിലെ ഏറ്റവും പ്രതാപശാലികളായ മനുഷ്യർ പോലും കാത്തിരിക്കുന്നു. അതെ, ശതകോടീശ്വരന്മാർക്ക് പോലും അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്ത പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢവും ആഡംബരപൂർണവുമായ ബ്ലാക്ക് കാർഡിന്റെ വിസ്മയ കഥകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. പണത്തിന് വാങ്ങാൻ കഴിയുന്ന ആഡംബരങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ആ പരിധികൾക്കപ്പുറം സാധാരണക്കാരന്റെ ഭാവനകൾക്ക് മുകളിൽ ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ താക്കോലാണ് അമേരിക്കൻ എക്സ്പ്രസ് സെഞ്ചൂറിയൻ കാർഡ് അഥവാ ബ്ലാക്ക് കാർഡ്. ഇതൊരു വെറും ക്രെഡിറ്റ് കാർഡല്ല. ഭാരമേറിയ ടൈറ്റാനിയം ലോഹത്തിൽ തീർത്ത, കയ്യിലെടുക്കുമ്പോൾ തന്നെ അധികാരത്തിന്റെ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു വിസ്മയമാണത്. ലോകത്തിലെ ഏറ്റവും ധനികരായ 1% ആളുകൾക്ക് മാത്രം, അതും അമെക്സ് കമ്പനി നേരിട്ട് ക്ഷണിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു പദവി. ഈ കാർഡ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു കോടീശ്വരനല്ല, നിങ്ങൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളിൽ ഒരാളാണ് എന്നാണ് അതിനർത്ഥം. എന്നാൽ ഈ കാർഡിനെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാക്കുന്നത് ഇതിന് പിന്നിലെ കൺസേർജ് മാജിക് ആണ്. നിങ്ങളുടെ ഏത് ഭ്രാന്തൻ സ്വപ്നവും അത് എത്ര അസംഭവ്യമാണെങ്കിലും ഒരു ഫോൺ കോൾ യാഥാർത്ഥ്യമാക്കുവാൻ ഈ കാർഡിന്റെ കൺസേർട്ട് ഡെസ്ക് നിങ്ങളെ സഹായിക്കും. ലോകത്തെ ഞെട്ടിച്ച അവിശ്വസനീയമായ ചില യഥാർത്ഥ കഥകൾ കൂടി ഇതിന്റെ പിന്നിൽ പറയാനായിട്ടുണ്ട്. 1990 റിലീസായ ഡാൻസസ് വിത്ത് വോൾസ് എന്ന വിഖ്യാത ഹോളിവുഡ് സിനിമയിൽ നായകൻ കെവിൻ കോസ്റ്റ്നർ ഓടിച്ച ഒരു പ്രത്യേക കുതിരയുണ്ട്. യൂറോപ്പിലെ ഒരു ബ്ലാക്ക് കാർഡ് ഉടമയ്ക്ക് ആ കുതിരയെ സ്വന്തമാക്കണമെന്നൊരു ഭ്രാന്തൻ ആഗ്രഹമൊക്കെ തോന്നി. അദ്ദേഹം നേരെ അമെക്സ് കൺസേർജിലേക്ക് വിളിച്ചു. സാധാരണക്കാരനാണെങ്കിൽ അതൊരു തമാശയായി തള്ളിക്കളയുന്നൊരു സീനാണ്. എന്നാൽ അമെക്സ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? അവർ മാസങ്ങളോളം തിരച്ചിൽ നടത്തി ആ കുതിര മെക്സിക്കോയിലെ ഒരു ഉൾഗ്രാമത്തിലെ ഫാമിലുണ്ട് എന്ന് കണ്ടെത്തി. കർഷകന് ലക്ഷക്കണക്കിന് ഡോളർ നൽകി ആ കുതിരയെ വാങ്ങുകയും ഒരു പ്രത്യേക വിമാനത്തിൽ കടൽ കടത്തിയ കോടീശ്വരന്റെ വീട്ടുമുറ്റത്ത് അവർ അത് എത്തിച്ചു നൽകുകയും ചെയ്തതെന്നാണ് ഒരു കഥ. മറ്റൊന്ന്, ഒരു വിദേശ കോടീശ്വരന് അർദ്ധരാത്രിയിൽ ഒരു ആഗ്രഹം ലണ്ടനിലെ വിഖ്യാതമായിട്ടുള്ള ഹാരഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി ഷോപ്പിംഗ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ആ സമയം കട അടഞ്ഞു കിടക്കുന്ന സമയമാണ്. പക്ഷെ അദ്ദേഹം കാർഡ് എടുത്ത് കൺസേർജിലേക്ക് വിളിക്കുന്നു. മിനിറ്റുകൾക്കകം ആ വലിയ മാൾ കസ്റ്റമർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടു. സുരക്ഷാ ജീവനക്കാരും അർദ്ധരാത്രിയിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ആ ലക്ഷറി മാളിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാന്ത്രികത. ഇതിനവർ ഈടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ വാർഷിക ഫീസാണ്. പക്ഷേ ആ പണത്തിനല്ല വില. മറിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുമാകട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും അത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുമെന്നതാണ് അമെക്സിന്റെ വാക്ക്. അപ്പോൾ അമെക്സിന്റെ ഈ വാക്കിനാണ് ശതകോടീശ്വരന്മാർ പൊന്നും വിലയിടുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായതല്ല ഈ കറുത്ത കാടിന്റെ പ്രതാപം എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചോരയും നീരും കണ്ണീരും കലർന്നൊരു ചരിത്രം കൂടിയുണ്ട്. നമുക്ക് 1880കളിലെ അമേരിക്കയിലേക്കൊന്ന് പോകാം. ആ ഒരു സമയത്ത് ബാങ്ക് കാർഡുകളോ ഇന്റർനെറ്റോ UPI ഒന്നുമില്ല. വലിയ ബിസിനസ്സുകാർ ദൂരദേശങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് രൂപയുടെ പണം വലിയ തുകൽപ്പെട്ടിയിലാക്കി കുതിരവണ്ടികളിലോ കപ്പലുകളിലോ ഒക്കെ കൊണ്ടുപോവുക. വഴിയിലുടനീളം തോക്കുധാരികളായിട്ടുള്ള കള്ളന്മാർ പെട്ടികൾക്കായി കാത്തു നിൽപ്പുണ്ടായിരിക്കും. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം കവർച്ച ചെയ്യപ്പെട്ടേക്കാം. ധനികർ ഫൈൻ നിറച്ച ആ കാലത്താണ് അമെക്സ് ഒരു പുതിയ വിപ്ലവകരമായിട്ടുള്ള ആശയം കൊണ്ടുവരുന്നത്. അതാണ് ട്രാവലേഴ്സ് ചെക്ക്. ഒരു കഷ്ണം പേപ്പർ. കള്ളന്മാർക്ക് അത് വെറും പാഴ്ക്കടലാസാണെങ്കിൽ അതിന്റെ ഉടമസ്ഥന് അത് കോടികളുടെ മൂല്യമുള്ള ഒരു ജീവൻ തന്നെയാണ്. കസ്റ്റമറുടെ ഒപ്പ് ഒത്തുനോക്കി മാത്രം പണം നൽകുന്ന ഈ രീതിയിലൂടെ സമ്പന്നരുടെ ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാരനായി അമെക്സ് മാറി. എന്നാൽ അമെക്സ് എന്ന ബ്രാൻഡിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച, ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ആ വലിയ പരീക്ഷണം നടക്കുന്ന 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ്. യൂറോപ്പിൽ യുദ്ധം പ്രഖ്യാപിച്ച ആ ഒരൊറ്റ ആഴ്ചയിൽ ലോകം നിശ്ചലമായി. ഭയന്നുപോയ യൂറോപ്യൻ ബാങ്കുകൾ കൂട്ടത്തോടെ തങ്ങളുടെ വാതിലുകൾ അടച്ചുപൂട്ടി. അന്ന് യൂറോപ്പിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന 1.5 ലക്ഷത്തോളം വരുന്ന ധനികരായിട്ടുള്ള അമേരിക്കക്കാർ ഒറ്റ രാത്രി കൊണ്ട് തെരുവിലായി. ന്യൂയോർക്കിൽ കൊട്ടാര സദൃശ്യമായ വീടുകളും ആഡംബര കപ്പലുകളും സ്വന്തമായുള്ള ശതകോടീശ്വരന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഹോട്ടൽ മുറിക്കോ പണമില്ലാതെ യൂറോപ്പിലെ തെരുവുകളിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നു. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് ബാങ്കുകളുടെ ക്രെഡിറ്റ് ലെറ്ററുകൾ പോലും വാല്യൂ ഇല്ലാത്ത പേപ്പറുകളായിട്ട് മാറി. പക്ഷേ അവിടെയാണ് ആ ഒരു അത്ഭുതം സംഭവിച്ചത്. ലോകത്തിലെ സകല ബാങ്കുകളും കൈയൊഴിഞ്ഞപ്പോൾ
യുദ്ധത്തിന്റെ ബോംബുകൾക്ക് നടുവിലും അമേരിക്കൻ എക്സ്പ്രസ് തങ്ങളുടെ ഓഫീസുകൾ തുറന്നുപിടിച്ചു. നിയമപരമായി അവർക്ക് യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും തങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ വാക്ക് പാലിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. അമെക്സ് ചെക്കുമായി വന്ന ഓരോ അമേരിക്കക്കാരനും അവർ കൃത്യമായി സ്വർണ്ണ നാണയങ്ങളും പണവും എണ്ണിക്കൊടുത്തു. അതുമാത്രമല്ല, മറ്റു ബാങ്കുകളുടെ പേപ്പറുമായി വന്ന് ജീവനായി യാചിച്ച അപരിചിതർക്കും അമെക്സ് പണം നൽകി സഹായിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട ആ നാളുകളിൽ തങ്ങൾക്ക് ജീവൻ നൽകിയ അമെക്സിന്റെ കഥകൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഓരോ അമേരിക്കക്കാരനും തങ്ങളുടെ തലമുറകളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അതോടെ അമെക്സ് വെറുമൊരു കമ്പനിയല്ല, വിശ്വാസത്തിന്റെ ആൾരൂപമായി മാറി. 1960കളിൽ അമെക്സിനെ തകർക്കാൻ പോകുന്ന ഒരു വമ്പൻ തട്ടിപ്പ് നടന്നു. ടിനോ ഡി ഏഞ്ചലിസ് എന്നൊരു കോടീശ്വരൻ വലിയ ടാങ്കുകളിൽ വെള്ളം നിറച്ച് അതിന് മുകളിൽ മാത്രമായിട്ട് എണ്ണയൊഴിച്ച് അമെക്സ് ഇൻസ്പെക്ടർമാരെ പറ്റിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അത് കാണിച്ച് അവർ ബാങ്കുകളിൽ നിന്ന് $150 മില്യൺ തട്ടിയെടുത്തു. തട്ടിപ്പ് പുറത്തായപ്പോൾ ലോകമൊന്ന് ഞെട്ടി. ലോൺ കൊടുത്ത ബാങ്കുകൾ അമെക്സിന്റെ കോളറിന് പിടിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സീൽ കണ്ടിട്ടാണ് ഞങ്ങൾ അവർക്ക് പണമൊക്കെ കൊടുത്തത്, ഞങ്ങളുടെ നഷ്ടം നികത്തണം, നിങ്ങൾ തീർച്ചയായും ചെയ്യണമെന്നൊക്കെയായി. നിയമപരമായി അമെക്സിന് ഈ പണം കൊടുക്കേണ്ട ഒരു ബാധ്യതയില്ല, കാരണം തട്ടിപ്പ് നടത്തിയത് ടിനോ ആണ്. കോടതിയിൽ പോയാൽ അമെക്സിന് എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കേസ് കൂടിയാണിത്. എന്നാൽ 1963 നവംബർ 27 അമെക്സ് സിഇഒ ഹൊവാർഡ് ക്ലാർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങളുടെ പേര് വിശ്വസിച്ചാണല്ലോ നിങ്ങൾ പണം നൽകിയത്. നിയമപരമായി അല്ലെങ്കിൽ കൂടിയും ധാർമ്മികമായ നഷ്ടം നികത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതായിരുന്നു ആ പ്രസ്താവന. തങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് തങ്ങളുടെ ബ്രാൻഡ് നെയിമിന്റെ അന്തസ്സ് കാക്കുവാൻ $60 മില്യൺ, അതായത് ഇന്നത്തെ കണക്കിൽ അത് കോടിക്കണക്കിന് രൂപ വരും, അമെക്സ് ബാങ്കുകൾക്ക് പിഴയായി നൽകാൻ തീരുമാനിച്ചു. ഷെയർ മാർക്കറ്റിൽ അമെക്സ് തകർന്നു വീണു. ഓഹരി വില 50% ഇടിഞ്ഞു. അമെക്സിന് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവില്ല, അതൊരു ചത്ത കുതിരയാണ് എന്ന് വാൾ സ്ട്രീറ്റ് പോലും എഴുതി തള്ളിയിരുന്നു. പക്ഷേ ആ തകർച്ചയിലേക്ക് നോക്കി ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, സാക്ഷാൽ വാറൻ ബഫറ്റ്. അമെക്സ് നഷ്ടപ്പെടുത്തിയത് പണമാണ്, പക്ഷെ അവർ കാത്തു സൂക്ഷിച്ചതോ കോടികൾ കൊടുത്താൽ പോലും കിട്ടാത്ത കസ്റ്റമറുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഈ ബ്രാൻഡ് മരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഫറ്റ് പറഞ്ഞത് 100% ശരിയായിരുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമെക്സ് മുൻപത്തേക്കാൾ ശക്തമായി തിരിച്ചു വരുന്നു. തങ്ങളുടെ വാക്ക് ജീവനേക്കാൾ വിലപ്പെട്ടതായി കരുതുന്ന അമെക്സിന്റെ ഈ ഫിനാൻഷ്യൽ ഇന്റഗ്രിറ്റിയാണ് പിന്നീട് ഗോൾഡ് കാർഡായും പ്ലാറ്റിനം കാർഡായും ഒടുവിൽ 1999 ലെജൻഡറി ബ്ലാക്ക് കാർഡായും പരിണമിച്ചത്. ഇന്ന് ലോകത്തെ ശതകോടീശ്വരന്മാർ അമെക്സിന് മുന്നിൽ കൈകെട്ടി നിൽക്കുന്നത് അവരുടെ ബാങ്ക് ബാലൻസ് കൊണ്ടൊന്നുമല്ല എന്ന് മനസ്സിലാക്കണം. നൂറ്റാണ്ടുകളായി അമെക്സ് കാത്തു സൂക്ഷിച്ച ആ തകരാത്ത വാക്കിന് മുന്നിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതിന്റെ ശരിക്കും കഥയിലേക്കൊന്ന് കടന്നു വരാം. അതായത് ഇതിന്റെ ബിസിനസ് തന്ത്രത്തിലേക്കൊന്ന് നോക്കാം. ലോകത്തിലെ 90% വിപണിയും ഭരിക്കുന്നത് നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെയും കയ്യിലുള്ള വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിട്ടും ഇതിനെ രണ്ടിനെയും അനായാസം വെട്ടി നിരത്തിക്കൊണ്ട് എങ്ങനെയാണ് അമേരിക്കൻ എക്സ്പ്രസ് ശതകോടീശ്വരന്മാരുടെ ഹൃദയം കവർന്നത് എന്നാണ് ഇനി പറയുവാൻ പോകുന്നത്. അതിനായി വിസയും അമെക്സും തമ്മിലുള്ള ആ രഹസ്യ യുദ്ധം നമ്മൾ തീർച്ചയായും അറിയണം. വിസയും മാസ്റ്റർ കാർഡും യഥാർത്ഥത്തിൽ നമുക്ക് പണം കടം തരുന്ന കമ്പനികളൊന്നുമല്ല. അവ വെറും സാങ്കേതിക വിദ്യ നൽകുന്ന ഇടനിലക്കാർ മാത്രമാണ്. നിങ്ങളൊരു വിസ കാർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ 4 ആളുകളുണ്ട്. നിങ്ങൾ, SBI അല്ലെങ്കിൽ HDFC പോലുള്ള നിങ്ങളുടെ ബാങ്ക്, കടയുടമ, പിന്നെ കടയുടമയുടെ ബാങ്ക്. വിസ ചെയ്യുന്നത് ഇവർക്കിടയിൽ ഇരുന്ന് ട്രാൻസാക്ഷൻ സുഗമമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് നിങ്ങളുടെ പേരോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളോ അവർക്കറിയില്ല. അവരുടേതൊരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണെന്ന് പറയാം. എന്നാൽ ഇവിടെയാണ് അമെക്സ് കളികൾ മാറ്റുന്നത്. അമെക്സ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതായത് നിങ്ങൾക്ക് കാർഡ് തരുന്നതും അമെക്സ് ആണ്, പണം കടം തരുന്നതും അമെക്സ് ആണ്, കസ്റ്റമർ കെയർ നൽകുന്നതും അമെക്സ് ആണ്, കടയുടമയുമായി നേരിട്ട് ഇടപാട് നടത്തുന്നതും അമെക്സ് തന്നെയാണ്. ഇടയിൽ മറ്റൊരു ബാങ്ക് ഇല്ല. നിങ്ങൾക്കും അമെക്സിന് ഇടയിൽ മൂന്നാമതൊരാളില്ലാത്തത് കൊണ്ട് തന്നെ അമെക്സിന് നിങ്ങളെ വ്യക്തമായി അറിയുകയും ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ തൊട്ടറിയാൻ അവർക്ക് സാധിക്കും. സാധാരണ വിസ കാർഡുകൾ കടകളിൽ നിന്ന് കച്ചവടത്തിന്റെ 2% ഫീസ് ഈടാക്കുമ്പോൾ അമെക്സ് ശാഠ്യം പിടിച്ച് 3.5% വരെ ഫീസ് വാങ്ങും. ഇത് കേട്ട് പല സാധാരണ കടക്കാരും അമെക്സ് കാർഡുകൾ സ്വീകരിക്കില്ല. എന്നാൽ അമെക്സിന് അതിൽ ഒരു സങ്കടവുമില്ല. കാരണം അവർ ഉയർന്ന ഫീസിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അമെക്സ് സ്വന്തം പോക്കറ്റിൽ ഇടുകയല്ല ചെയ്യുന്നത്. പകരം ആ പണം മുഴുവൻ അവർ തങ്ങളുടെ കസ്റ്റമേഴ്സിന് രാജകീയ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തിരികെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് അമെക്സിന്റെ ഈ അതിശയിപ്പിക്കുന്ന ലൂപ്പ് വർക്കാവുന്നതെന്ന് കാണാം. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അമെക്സ് ഉപയോഗിക്കുന്നത്. അമെക്സ് ഈ ഗുക്കി, റോളക്സ്, 5 സ്റ്റാർ ഹോട്ടൽസ് പോലെയുള്ള വമ്പൻ ബ്രാൻഡുകളോട് തങ്ങളുടെ കാർഡ് സ്വീകരിക്കണമെങ്കിൽ വലിയ ഫീസ് തരണമെന്ന് പറയും. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ നിങ്ങളുടെ കടയിൽ അല്ലെങ്കിൽ കയറില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അവരുടെ മുന്നിലേക്ക് വെക്കും.
പണക്കാരെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വമ്പൻ ബ്രാൻഡുകൾ ആ വലിയ ഫീസ് അമെക്സിന് നൽകുകയും ചെയ്യും. സോ ഉയർന്ന ഫീസ് വഴി മികച്ച സൗകര്യങ്ങൾ വഴി കൂടുതൽ പണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഉയർന്ന ഫീസ് നൽകാൻ തയ്യാറാകുന്ന വമ്പൻ ബിസിനസ്സുകൾ. ഇതാണ് അവരുടെ അതിശയിപ്പിക്കുന്ന ആ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെ തകർക്കാൻ വിസയ്ക്കോ മാസ്റ്റർ കാർഡിനോ ജന്മത്ത് കഴിയില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംരംഭവും നടത്തുന്ന ആളായിക്കൊള്ളട്ടെ, അമെക്സ് നൽകുന്ന 3 പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. ഒന്ന്, ബ്രാൻഡ് ഇസ് എ പ്രോമിസ് എന്നുള്ള ഒരു പ്രധാന പാഠം. ബിസിനസ്സിൽ ലാഭത്തേക്കാൾ പ്രധാനം തങ്ങൾ നൽകിയ വാക്ക് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു തവണ കസ്റ്റമറുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ കോടികൾ എറിഞ്ഞാലും അത് തിരിച്ചു പിടിക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ്. രണ്ടാമത്തെ പാഠം വാല്യൂ ഓവർ പ്രൈസ് ആണ്. അതായത് ബിസിനസ്സിൽ ജയിക്കാൻ എപ്പോഴും വില കുറച്ച് നൽകണം എന്നൊന്നുമില്ല. വിസയേക്കാൾ കൂടുതൽ ഫീസ് വാങ്ങിയിട്ടും ആളുകൾ അമെക്സിന് പിന്നാലെ പായുന്നതിന്റെ കാരണം അമെക്സ് വിൽക്കുന്നത് വില കുറഞ്ഞ സേവനമല്ല, പകരം മറ്റാർക്കും നൽകാൻ കഴിയാത്ത പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഗുണനിലവാരവും കസ്റ്റമറോട് ആത്മാർത്ഥതയും ഉണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വില നൽകാൻ ജനങ്ങൾ തയ്യാറാകുമെന്നൊരു വലിയ പാഠം. മൂന്നാമത്തേത്, റെപ്യൂട്ടേഷൻ കോമ്പൗണ്ട്സ് ഫാസ്റ്റർ ദാൻ മണി എന്നാണ്. സത്പേര് പണത്തേക്കാൾ വേഗത്തിൽ വളരും എന്നുള്ളൊരു വലിയ പാട്ട്. ബിസിനസ്സിൽ കസ്റ്റമറുടെ തൃപ്തിക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണം ഒരിക്കലും ഒരു നഷ്ടമല്ല, അതൊരു നിക്ഷേപമാണ്. പരസ്യങ്ങൾക്ക് കോടികൾ ചിലവഴിക്കുന്നതിനേക്കാൾ വലിയ മാർക്കറ്റിംഗ് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കസ്റ്റമർ മറ്റൊരാളോട് നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറയുന്നതാണ് എന്നൊരു വലിയ ബിസിനസ് പാഠമാണ്. അതൊരു വിജയമായിട്ടാണ് കണക്കാക്കേണ്ടത്. സോ ഫ്രണ്ട്സ്, ശതകോടീശ്വരന്മാർക്ക് പോലും അപേക്ഷിക്കാൻ കഴിയാത്ത കറുത്ത കാർഡിന്റെ രഹസ്യം കനകത്തിൽ പൊതിഞ്ഞതൊന്നുമല്ല, മറിച്ച് കറകളഞ്ഞ വിശ്വാസമാണ് ഈ ലോകം ഭരിക്കുന്ന പാഠം എന്നുള്ളത് തന്നെയാണ്. അമെക്സിന്റെ ഈ അവിശ്വസനീയമായ ചരിത്രവും ബിസിനസ് തന്ത്രവും നിങ്ങളെ എത്രത്തോളം അത്ഭുതപ്പെടുത്തിയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെറിയ അളവിലെങ്കിലും അറിവ് ലഭിച്ചു എന്ന് തോന്നുന്നെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ആവേശം നിറയ്ക്കുന്നതായിട്ടുള്ള ബിസിനസ് കഥകളും നിഗൂഢമായ കേസ് സ്റ്റഡികളും ഒന്നുപോലും മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബിസിനസ് താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു മനം കവരുന്ന വീഡിയോയുമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.